ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ബീച്ചിൽ പോവാം. അപ്പം നമ്മൾ ബീച്ചിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് ഗൈസ് പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബനിയനാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിനി ബീച്ചിൽ പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്കൊരു പഠിക്കാനൊക്കെ ഒരു ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ബീച്ചിൽ പോവാം. അപ്പോൾ ബീച്ച് ഇതാണ് ഗൈസ് ബീച്ച്. ഇവിടെ നല്ല ആകാശമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സീനറിയാണ്. പിന്നെ അവിടെ ഐ ലവ് കൊഴുമ്പരം എന്താണ്ട് ഏതാ ബീച്ച് കൊഴുമ്പരം തോന്നിക്കുക. ബീച്ചിൻ്റെ പേര് അറിയില്ല, കൊഴുമ്പരമാണ് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയ ബീച്ച് കരിമ്പ്രം എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. ഇത് എടമുട്ടത്തുള്ളതാണ് ഗൈസ്, എടമുട്ടത്തുള്ളതാണ്. അവിടെ ഉപ്പിലിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ബീച്ചിൽ കളിക്കാം. ഞാൻ ബീച്ചിൽ കളിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ കുറച്ച് പേരുണ്ടായിരുന്നില്ല കേട്ടോ, തിരക്കുണ്ടായിരുന്നില്ല. നല്ല സൺസെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സീനറി കാണാൻ. ഇവിടെ ഇങ്ങനെ കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ സീനറി നല്ല ഭംഗിയുടെ ആകാശമൊക്കെ കാണാം ഗൈസ്. കണ്ടോ, നല്ല പിങ്കില്ലേ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പിൻട്രസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ പോലെ തോന്നി ഗൈസ്. എനിക്ക് ഇവിടുത്തെ ആകാശമൊക്കെ നല്ല പിങ്കില്ലേ. അപ്പോൾ നിങ്ങളിവിടെ ഇരിങ്ങാലക്കുടയിലുള്ളതാണെങ്കിൽ ബീച്ച് കളിക്കാൻ വേണമെങ്കിൽ ഇവിടെ വന്നു. അടിപൊളി ബീച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്ക് തിരുമാലേനെ പറ്റിക്കാം. അപ്പോൾ തിരുമാല വരുമ്പോൾ ഞാൻ ഓടിക്കളിക്കും ഗൈസ്. ഇനി ഞാൻ കുറച്ച് നേരം കളിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ കളിക്കുക. ഇവിടെ നല്ല സീനറി ഉണ്ടായിരുന്നു. ഇത് ഞാൻ പിടിച്ചതാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ക്രിയേറ്റിവിറ്റി, ലവൊക്കെ പിടിച്ചിട്ട്? അപ്പം ഗൈസ് അപ്പം നല്ല അടിപൊളി തിരമാലയാണ് ഗൈസ്. കണ്ട, ഞാൻ ഫോണിക്ക് തിരമാലയൊക്കെ പറഞ്ഞ അമ്മ ചീത്ത പറഞ്ഞു ഗൈസ്. അടിപൊളിയായിരുന്നു. അതേ ഞാൻ തിരുമാല കൂടെ കളിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഈ അടുത്തൊന്നും ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീച്ചിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് വരുമ്പോൾ കുറേ നേരം കളിക്കാമെന്ന്. അപ്പോൾ ഗൈസ് ഇതെൻ്റെ അച്ഛനെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബീച്ചിൽ വരാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നേരം ബീച്ചിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് ഞങ്ങൾ കപ്പിളിൻ്റെയൊക്കെ കഴിച്ചു ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു റീൽ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർ ബീച്ചിൽ കളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്ത ഇവിടുത്തെ ആകാശമാണ് ഗൈസ്. കണ്ടു, നല്ല ഭംഗിയില്ലേ ആകാശം കാണാൻ. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മേനെ കൈ പിടിച്ചിരിക്കായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പേടിയാണ് ഗൈസ്, ഞാൻ തല കറങ്ങണ പോലെ. നിങ്ങൾക്ക് ഇങ്ങനെ ബീച്ചിൽ വന്നിട്ട് നിൽക്കുമ്പോൾ തല കറങ്ങണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. അപ്പം ഞാൻ അടിച്ച് പൊളിച്ചു, നല്ലതാണ് ഗൈസ്. ഞാൻ അങ്ങോട്ടൊക്കെ പോയി, ഞാൻ ദൂരെ കൊണ്ടുപോയിരുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ ബീച്ചിൽ വരെ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അടിപൊളിയാണ് ഗൈസ്. നമ്മളെന്നിട്ട് ബീച്ചിൽ ആരാണ് എൻ്റെ എക്സാമിന് നമ്മൾ ബീച്ചിൽ അടിച്ചു പൊളിക്കാൻ വന്നിട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത്, അവിടെയായിട്ട് ബോട്ട് വരുന്നുണ്ട്. എന്നെ അവിടെ അമ്മയാണ് ഗൈസ് പറഞ്ഞത്, മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെയായിട്ട് ഞാൻ ബോട്ടിനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് ഗൈസ്. അവിടെ അടിപൊളി ബോട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്, ഞാൻ കുറേ നേരം നിന്നില്ലെങ്കിൽ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോക്ക് ഗൈസ്, ഇതിപ്പോൾ ഒരു പിൻട്രസ്റ്റിത്തെ പോലത്തെ ഒരു തീം എന്നാണ് ഗൈസ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു റെഡ് കളറാണ് ഇതിൻ്റെക്കാളും റെഡായിരുന്നു ഗൈസ്. നിങ്ങൾ വീഡിയോയുടെക്കാളും റെഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗൈസ്. റെഡ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗൈസ്, നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കണ്ടത്, എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പിൻട്രസ്റ്റ് ചെയ്ത് ഇങ്ങനെ നല്ലൊരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.